ന്യൂസ് ഡീകോഡിലേക്ക് വീണ്ടും. നടി സൗന്ദര്യയെ ഓർമ്മയില്ലേ? ഇന്ന് നയൻതാരയെ പോലെ 90കളുടെ അവസാനവും 2000ന്റെ ആദ്യത്തിലും തെന്നിന്ത്യയെ ഇളക്കിമറിച്ച താരറാണി സൗന്ദര്യ ഓർമ്മകളുടെ അഭ്രപാളികളിലേക്ക് മറിഞ്ഞതും പെടുന്നനെയായിരുന്നു. ഒടുക്കം നീണ്ട 2 പതിറ്റാണ്ടുകൾക്കൊടുക്കം സൗന്ദര്യയും അവരുടെ മരണവും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അന്ന് ഒരു വിമാനാപകടത്തിലാണ് സൗന്ദര്യ മരിച്ചത്. അതൊരു വിമാന ദുരന്തം മാത്രമല്ല, ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നുവെന്ന ആരോപണം ഉയരുമ്പോൾ ആരോപണത്തിന്റെ മുന ഉയരുന്നത് തെലുങ്ക് നടനായ മോഹൻ ബാബുവിന് നേരെയാണ്. എന്താണിപ്പോൾ സൗന്ദര്യയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്ന് വിശദമായി പരിശോധിക്കുകയാണ്. സൗന്ദര്യയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. സൗമ്യ സത്യനാരായണ എന്നായിരുന്നു സൗന്ദര്യയുടെ യഥാർത്ഥ പേര്. സിനിമയിലെത്തിയപ്പോഴാണ് അവർ സൗന്ദര്യ എന്ന പേര് സ്വീകരിച്ചത്. 1972 ജൂലൈ 18 ജനനം, 2004 ഏപ്രിൽ 17 മരണം. എന്ന് വെച്ചാൽ വെറും 32 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ആ വിമാന ദുരന്തമുണ്ടാകുന്നതും അപ്രതീക്ഷിതമായി അവിചാരിതമായി അവരുടെ ആകസ്മികമായ വിയോഗമുണ്ടാകുന്നതും. കർണാടകയിലെ കോലാറിലാണ് സൗന്ദര്യയുടെ ജനനം. അച്ഛൻ KS സത്യനാരായണ കന്നഡയിലെ അറിയപ്പെട്ട ഒരു പ്രൊഡ്യൂസറായിരുന്നു, എഴുത്തുകാരനായിരുന്നു, വെച്ചാൽ തിരക്കഥാകൃത്തായിരുന്നു. KS സത്യനാരായണ കന്നഡയിലെ പ്രസിദ്ധമായ തിരക്കഥാകൃത്തും ഒപ്പം സിനിമാ നിർമ്മാതാവും കൂടിയായിരുന്നു. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളത്തിൽ അടക്കമായി 100ഓളം ചിത്രങ്ങളിൽ ആ സമയവും 90കളുടെ തുടക്കത്തിൽ അതായത് ബാലവേഷങ്ങളിലായിരുന്നു സൗന്ദര്യ അഭിനയിച്ചിരുന്നെങ്കിൽ 95 കഴിഞ്ഞ് 95നും 2000നും ഇടയിൽ നായിക വേഷങ്ങളിലൂടെ ഒരുപക്ഷെ തെന്നിന്ത്യയിലെ മുഴുവൻ ഭാഷകളിലും അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് കടന്നത്. മലയാളത്തിലേക്ക് എത്തുമ്പോൾ 2 വിജയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് കിളിച്ചുണ്ടൻ മാമ്പഴവും മറ്റൊന്ന് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന ജയറാം ചിത്രത്തിലും. ആ 2 ചിത്രങ്ങൾ തന്നെ മതി മലയാളികൾക്ക് സൗന്ദര്യയെ ഓർത്തു വെക്കാൻ. അപ്പോൾ കന്നഡ, തെലുങ്ക്, മലയാളം, തമിഴ് എന്നീ ഭാഷകളിലായി 100ഓളം ചിത്രങ്ങളിൽ ഈ സമയം കൊണ്ട് വെറും 32 വയസ്സ് മാത്രമേ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിനകം സൗന്ദര്യ അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2004 ഏപ്രിൽ 17 ജക്കൂർ, ബംഗളൂരുവിനടുത്ത് ജക്കൂറിൽ വെച്ചാണ് അവിചാരിതമായ വിമാനാപകടം ഉണ്ടാകുന്നത്. ചെറുവിമാനമായിരുന്നു, തകർന്നു വീണ് കത്തുകയായിരുന്നു. അഗ്നി ഏവിയേഷൻസിന്റെ 4 പേർക്കിരിക്കാവുന്ന സെസ്ന 180 എന്ന വിമാനം, അഗ്നി ഏവിയേഷൻസിന്റെ സെസ്ന 180 എന്ന ചെറുവിമാനത്തിലാണ് യാത്ര പുറപ്പെടാനിരുന്നത്. ആ യാത്രയാണ് വിമാനം ജസ്റ്റ് ഉയർന്നു പൊങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് കൂപ്പുകുത്തുന്നതും അവിടെ കത്തിയമരുന്നതും. ആ വിമാനത്തിൽ ആ സമയം ഉണ്ടായിരുന്നത് ഇവരുടെ സഹോദരൻ, ഒപ്പം മലയാളികളായ എന്നുവെച്ചാൽ മലയാളിയായ പൈലറ്റായിരുന്നു ജോയ് ഫിലിപ്പ്. 28 വയസ്സ് മാത്രമുണ്ടായിരുന്ന ജോയ് ഫിലിപ്പായിരുന്നു ആ ചെറുവിമാനത്തിന്റെ പൈലറ്റ്. സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി, പ്രാദേശിക BJP നേതാവ് രമേശ് കാദം എന്നിവരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. ശ്രദ്ധേയമായ കാര്യം, ഒരു BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പോവുകയായിരുന്നു. BJPയിൽ സൗന്ദര്യ ചേർന്ന് 1 വർഷം മാത്രമേ ആകുന്നുണ്ടായിരുന്നുള്ളൂ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ആന്ധ്രയിലേക്ക് പോവാനിരിക്കുകയായിരുന്നു സൗന്ദര്യ. ബംഗളൂരുവിൽ നിന്ന് ആന്ധ്രയിലേക്ക് BJP തന്നെ വിട്ടുകൊടുത്തൊരു ചെറുവിമാനമായിരുന്നു എന്നാണ് അന്ന് പുറത്തു വന്നിരുന്ന വാർത്ത. അതിൽ BJPയുടെ ഒരു പ്രാദേശിക നേതാവുണ്ടായിരുന്നു. ആ നേതാവും ആ അപകടത്തിൽ മരിച്ചു പോകുന്നു. ഒപ്പം ഈ മലയാളിയായ പൈലറ്റും ഇവരുടെ സഹോദരനും. വിവാഹം കഴിഞ്ഞ് 1 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. രഘുകുമാർ എന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് സൗന്ദര്യ വിവാഹം ചെയ്തിരുന്നത്. വിവാഹം കഴിഞ്ഞ് 1 വർഷം മാത്രമേ ആകുന്നുണ്ടായിരുന്നുള്ളൂ. ഈ അപകടം നടക്കുമ്പോൾ മരണസമയത്ത് അവർ ഗർഭിണിയുമായിരുന്നു. കൊലപാതകമെന്ന പരാതി ഇപ്പോൾ ഉയരാനുള്ള കാരണത്തിലേക്കാണ് ഇനി വരുന്നത്. ആന്ധ്രയിലെ പൊതുപ്രവർത്തകനായ ചിട്ടി മല്ലു എന്നയാളാണ് ഇങ്ങനെ ഒരു ഹർജിയും ഒരു പരാതിയും നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതൊരു സ്വാഭാവിക വിമാന ആക്സിഡന്റ് മാത്രമല്ല, അതൊരു ആസൂത്രിതമായ പ്ലെയിൻ ക്രാഷ് ആയിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ ചിട്ടി മല്ലു ഉയർത്തുന്നത്. അതിന് കൃത്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ ഇദ്ദേഹത്തിന്റെ പക്കലില്ല. വെറും ഒരു ആരോപണം മാത്രമാണ്. അതുകൊണ്ട് ഈ ആരോപണത്തിന്റെ പുറത്ത് ഇതിനകത്ത് ഒരു അന്വേഷണം ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. എന്നാലും ആരോപണം തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെയാണ്. എന്ന് വെച്ചാൽ അന്ന് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സൗന്ദര്യയുടെ ബ്രദറിന്റെ പേരിലും ആന്ധ്ര ജൽപ്പല്ലിയിൽ 6 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു, കൃഷിഭൂമി ഉണ്ടായിരുന്നു. ഈ ജൽപ്പല്ലിയിലെ 6 ഏക്കർ ഭൂമി തനിക്ക് വേണമെന്ന്
അന്ന് മോഹൻ ബാബു ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കൈമാറാൻ പക്ഷേ രണ്ടുപേരും തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് ഈ മോഹൻ ബാബുവും സൗന്ദര്യയും തമ്മിൽ വലിയ വാക്കുതർക്കമൊക്കെ നടന്നിരുന്നു. കേസിലേക്കൊക്കെ പോകാൻ നിൽക്കുകയായിരുന്നു എന്ന് അന്ന് വിവരങ്ങൾ വന്നിരുന്നു. പിന്നീട് സൗന്ദര്യയുടെ മരണത്തിന് ശേഷം ഈ 6 ഏക്കർ ഭൂമി ഇപ്പോഴുള്ളത് മോഹൻ ബാബുവിൻ്റെ പക്കലാണ്. ഈ ഭൂമിയുടെ കാര്യത്തിൽ ഇപ്പോൾ മോഹൻ ബാബുവും മകനും തമ്മിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. ഈ തർക്കം കോടതിയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് വാർത്തകളിൽ നിറയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ചിട്ടിമല്ലു എന്നയാൾ പുതിയൊരു ആരോപണവുമായി രംഗത്ത് വന്നത്. എന്ന് വെച്ചാൽ അന്ന് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം, ആ ഭൂമി തനിക്ക് തന്നെ കിട്ടുന്നതിന് വേണ്ടി ഇയാൾ ബോധപൂർവ്വം ഉണ്ടാക്കിയ, ആസൂത്രിതമായി ഉണ്ടാക്കിയ പ്ലെയിൻ ക്രാഷ് ആയിരുന്നു ഒന്ന് സംഭവിച്ചത്. അതിലാണ് സൗന്ദര്യയും ബ്രദറും സഹോദരനും അടക്കം 4 പേർ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ഈ ചിട്ടിമല്ലു എന്നയാളുടെ ആരോപണം. മോഹൻ ബാബുവും മകനും തമ്മിലുള്ള വസ്തുതർക്കം ഇപ്പോൾ അത് ആന്ധ്രയിലാകെ വലിയ വാർത്തയാണ്. അതൊരു ലീഗൽ ഫൈറ്റിലേക്ക് എത്തുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ ആരോപണം ഉയർന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ സമയം രഘുകുമാർ എന്ന സൗന്ദര്യയുടെ ഭർത്താവ് ഈ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. മോഹൻ ബാബുവിൻ്റെ ഫാമിലിയും ഈ രഘുകുമാറിൻ്റെ ഫാമിലിയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് ഇപ്പോഴും ഉള്ളത്. അന്നും ഇങ്ങനെ സംശയകരമായ രീതിയിൽ ഒരു ഇടപാടും സൗന്ദര്യയും ഈ മോഹൻ ബാബുവും തമ്മിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ചിട്ടിമല്ലു ആരോപിക്കുന്ന കാര്യത്തിൽ ഒരു വസ്തുതയുമില്ല. അതങ്ങനെ സംശയിക്കുന്ന ഒരു രീതിയിൽ ഒരു കാര്യങ്ങളും ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുമില്ല എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊരു പുനരന്വേഷണം, ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുനരന്വേഷണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അത് ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ വലിയ ചൂടുള്ള വാർത്തയായി കത്തിപ്പടരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ഇനിയും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുമോ, പോലീസ് അന്വേഷിക്കേണ്ടിയൊക്കെ വരുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ കാത്തിരുന്നു കാണാൻ തന്നെ വേണം.